മറ്റൊരുത്ത തണുപ്പാ. ഓ, ഇത്രയും കാശും കൊടുത്ത് ചുമ്മാ അതല്ല പച്ചാള സുമ പറയുന്നത്. ഈ വലിയ ഹോട്ടലൊക്കെ പത്രാസിയേ ഉള്ളൂ. കിടക്കാ സുഖം ഹൈവേ ലോഡ്ജ് തന്നെയാ. നീ എന്തോന്നാണ് ഈ പറയുന്നത്? പച്ചാള സുമയാര്? അല്ല, അതെന്റെ അകന്ന ബന്ധത്തിലൂടെ ചേച്ചിയാ, ബിസിനസ്സാ. അവര് പറയാറുണ്ട് ഈ വലിയ ഹോട്ടലൊക്കെ വെറുതെയാ, നമ്മുടെ വീടിന്റെ സുഖമൊന്നും വരത്തില്ലെന്ന്. ഹോട്ടലിലൊന്നും അല്ലല്ലോ കാര്യം കുഞ്ഞിക്ക്, മനസ്സല്ലേ? നീ സത്യാണോ പറയണേ? നീ ഇതുവരെ ആരുടെയും കൂടെ? ഇതില് ഞാൻ എങ്ങനെയാ കള്ളം പറയാ? എന്നെ തൊട്ടപ്പം മനസ്സിലായില്ലേ? ബസ്സിലൊക്കെ കയറുമ്പോൾ ചില അലവലാദികൾ തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ കോളേജിൽ ഓട്ടത്തിലും ചാട്ടത്തിലൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. ഓ, എനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കുറേ കാലത്ത് മോഹമായിരുന്നു എന്ത് ഒരു കൂട്ടുകാരൻ്റെ ചേച്ചിയെ. അത് ഇതും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട വല്ലതും തിന്നാൻ മേടിച്ചോണ്ട് വാ. വിശന്ന് കൊടലെ തള്ളക്കി വിളിക്കുന്നു. അയ്യേ, ഇതെന്ത് ഭാഷ? ആ, അതങ്ങനെയാ. വിശന്നാ ഞാൻ അങ്ങനെയാ, ഈ ഭാഷയാ. ഇവിടുത്തെ ഭക്ഷണം കൊള്ളില്ല. ഞാൻ പോയി ഇതിന് തൊട്ടപ്പുറത്ത് ഇതിലും വലിയൊരു ഹോട്ടലുണ്ട്, നല്ല പൊറോട്ടയും ബീഫ് ഇറച്ചിയും വാങ്ങിച്ചോണ്ട് വരാം. എനിക്ക് നിന്നോടും തനിച്ച് സംസാരിക്കണം. ഇതിലിനി അധികം സംസാരിക്കാനില്ല. ദിസ് ഈസ് മൈ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ഞാൻ കളിച്ച ഡ്രാമയാവാം, ബട്ട് ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ വാണ്ടഡ് ടു കൺവേ. ആൻഡ് ഐ എം ഡൺ വിത്ത് യു. നിന്റെ ഈ കണ്ണീരും കരച്ചിലും ഒക്കെ ഐ എം പാസ്റ്റ് ദാറ്റ് ഫേസ്. യു നോ വാട്ട്, യു ആർ എ ഇൻഫ്. ക്വൈറ്റ് പോസിബിൾ. പക്ഷേ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നില്ലല്ലോ. ധ്വനി, പ്ലീസ്. നീ എന്താ ഈ ഹോട്ടലില്? ഈ ഉടുപ്പും കങ്കാണിയൊക്കെ കൊള്ളാലാ. കണ്ടിട്ട് നീ ഇവിടെ താമസിക്കുന്ന പോലെ ഉണ്ടല്ലോ. അവിടെ നിന്നടാ. അപ്പൊ എനിക്ക് തരാൻ മാത്രമേ നിന്റെ കാശില്ലാത്തുള്ളൂ അല്ലേ? ശരിക്കും നീ ആരാ? സിയടിയെ മറ്റാണാ? അബ്ദു, നീ അകത്തേക്ക് വാ. ഓ ഓ ഓ, ഇവളെ കൊണ്ടുവരാൻ വേണ്ടിയാണല്ലേ ചങ്കു നീ റൂം എടുത്തത്? മോളെ, കാശ് മുഴുവൻ മേടിച്ചായിരുന്നോ? അനുഭവം കൊണ്ട് പറയാ, നിന്ന നിപ്പിന് മായാവി കളിക്കുന്ന ഹിനുവാ. അല്ല, ഇവൻ നിന്നെ കൊണ്ടുവന്നാണോ നീ ഇവനെ കൊണ്ടുവന്നാണോ? ഓ ഓ ഓ, നീ കൊള്ളാവലൂടി കൊച്ചേ. ഒരേ സമയത്ത് രണ്ടെണ്ണോ? നിന്നെ കണ്ടാ പറയില്ലാട്ടാ. ആഹാ, ആ പരിപാടിക്കൊന്നും എന്നെ കിട്ടത്തില്ലാട്ടാ. പോയേ പോയേ, വിളിച്ചോണ്ട് പോടി രണ്ടെണ്ണത്തിനും മിഴിച്ചു നിൽക്കാതെ. നമസ്കാരം, ഞാൻ തങ്ങള്. തൃശ്ശൂരായിരുന്നു ഓപ്പറേഷൻസൊക്കെ. ഒന്ന് സ്ഥലം മാറ്റി പിടിക്കാമെന്ന് കരുതി. കൊച്ചിയിലാണല്ലോ ഈ ഡെവലപ്മെന്റ്സ് ഒക്കെ. എന്താ പേര്? കന്യക, കന്യക മേനോൻ. ഞാനിവിടെ നമ്മുടെ പുന്നൂസ് കോൺട്രാക്ടറുടെ ഒരു ഇടപാടുമായിട്ട് വന്നതാ. ബാംഗ്ലൂർ പഠിക്കുന്ന കൊച്ചാ. തന്തയില്ല, ചത്തുപോയി. തള്ളയുണ്ട്, ഗുണമില്ല. പിന്നെ മൂപ്പർ രണ്ടെണ്ണം പിടിപ്പിച്ച അതൊന്നും നോക്കൂല, വയസ്സായി. അല്ല, ഞാനങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കുക, നമുക്കിവിടെ ഒരുമിച്ചൊരു കളി കളിച്ചൂടെ? ഞാൻ ഈ ഫീൽഡിലെന്ന് എങ്ങനെ മനസ്സിലായി? ആനെ കണ്ട പാപ്പാൻ അറിയാൻ മേലെ ഏതാ എന്നോന്ന്. അതുപോട്ടെ, അലുക്കുലുത്ത ആൾക്കാരൊന്നും വേണ്ട. തടി കോൺട്രാക്ടർ, ബിൽഡേഴ്സ്, നല്ല കാശുള്ള രാഷ്ട്രീയക്കാര്, അങ്ങനെ വമ്പന്മാര് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഞാനിവിടെ ഒരു ടീം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. തൃശ്ശൂരായിരുന്നപ്പോൾ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ് നമുക്ക് വലിയൊരു ധൈര്യം കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ആരുമില്ല. അപ്പൊ എങ്ങനാ നമ്മൾ അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോവുമല്ലേ? എനിക്ക് ഹസ്ബൻഡായിട്ടൊന്ന് ഡിസ്കഷൻ ചെയ്യണം. ആയിക്കോട്ടെ, ഇതാണ് എൻ്റെ വിസിറ്റിംഗ് കാർഡ്. ഒറ്റയടിക്കങ്ങ് ടോപ്പിലെത്താനുള്ള ചീട്ടാ ഞാൻ ഈ തന്നേക്കണത്. അതിനുള്ള പൊട്ടൻഷ്യൽ കൊച്ചിനുണ്ടെന്ന് തോന്നിയത് കൊണ്ടാ.